ഓപ്ഷൻ ട്രേഡിംഗ് സീരീസിന്റെ 5ാമത്തെ എപ്പിസോഡിലേക്ക് വെൽക്കം. ഓപ്ഷൻ ട്രേഡിംഗ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പൈസ കളയാതെ എങ്ങനെ ചെയ്തു പഠിക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്യാനായിട്ട് നമ്മൾ മേജർ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇൻഡെക്സ് ചാർട്ടുകളാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി ഇങ്ങനെയുള്ള ഇൻഡെക്സ് ചാർട്ടുകളിലാണ് അല്ലെങ്കിൽ ഇൻഡെക്സുകളിലാണ് നമ്മൾ ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്യുന്നത്. അതിൻ്റെ റീസണും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഓപ്ഷൻസിൽ നമുക്ക് ഓപ്ഷൻ ബൈയിങ്ങും ചെയ്യാം, ഓപ്ഷൻ സെല്ലിങ്ങും ചെയ്യാം. എല്ലാവർക്കും ഓപ്ഷൻ ബൈ ചെയ്യാനാണ് ഇഷ്ടം. കാരണം എന്താണെന്ന് അറിയാമോ? ഓപ്ഷൻ ബൈ ചെയ്യാനായിട്ട് ക്യാപിറ്റൽ വളരെ കുറച്ച് മതി. അതുപോലെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യുവാനും സാധിക്കും. പക്ഷേ സക്സസ് ആവാനായിട്ട് ഓപ്ഷൻ ബൈയിങ് ഈസ് വെരി ഡിഫിക്കൽട്ട്. നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു ട്രേഡർക്ക് മാത്രമാണ് ഓപ്ഷൻ ബൈയിങ്ങിൽ സക്സസ് ആവാനും നല്ല പ്രോഫിറ്റ് എടുക്കാനും സാധിക്കുകയുള്ളൂ. ഞാൻ ഓൾറെഡി പറഞ്ഞു, എല്ലാവരും ഇൻഡെക്സ് ചാർട്ടുകളാണ് നോക്കുന്നത്. പക്ഷേ നമുക്കിവിടെ 2 ചാർട്ട് അനാലിസിസ് ചെയ്യണം. അതായത് നമ്മൾ ഓൾറെഡി പഠിച്ചതുപോലെ ഇൻഡെക്സുകൾക്ക് അല്ലെങ്കിൽ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി എല്ലാത്തിനും ഫ്യൂച്ചർ ചാർട്ടും ഇൻഡെക്സ് ചാർട്ടും അവൈലബിൾ ആണ്. അതായത് ഇപ്പോൾ നിഫ്റ്റിയിലാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോ തൊട്ടേ നിഫ്റ്റിയിൽ ട്രേഡ് എടുക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിഫ്റ്റിയിൽ ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുന്ന ഒരാൾ നിഫ്റ്റിയുടെ ഏത് ചാർട്ടാണ് അനാലിസിസ് ചെയ്യേണ്ടത്? നമുക്ക് എല്ലാവർക്കും അറിയാം, നിഫ്റ്റി 50 ഇൻഡെക്സ് ചാർട്ട് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അത് നോക്കാൻ ആസ് യൂഷ്വൽ സ്റ്റോക്ക് ചാർട്ട് നോക്കുന്ന പോലെ തന്നെ എല്ലാം സെയിം തന്നെയാണ്. അത് നോക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിഫ്റ്റി 50 ഇൻഡെക്സ് ചാർട്ടിൻ്റെ കൂടെ തന്നെ നിങ്ങളെല്ലാവരും നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ട്, അതായത് ആ മാസത്തെ ഫ്യൂച്ചർ ചാർട്ട് കൂടി എടുത്ത് വെക്കണം. കാരണം നിഫ്റ്റി ഫ്യൂച്ചേഴ്സിൻ്റെ ചാർട്ട് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഫ്യൂച്ചർ ചാർട്ടിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ എക്സ്പീരിയൻസിൽ നിന്നാണ് പറയുന്നത്. ഇൻഡെക്സ് ചാർട്ടാണ് ഞാൻ ആദ്യം നോക്കിക്കൊണ്ടിരുന്നത്. പിന്നീട് ഫ്യൂച്ചർ ചാർട്ട് നോക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ റിവേഴ്സൽ ക്യാൻഡിൽസും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോൺസൊക്കെ ഫ്യൂച്ചറിൽ പക്കയായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഫ്യൂച്ചർ ചാർട്ട് നല്ല റിസൾട്ട് നമുക്ക് ഓപ്ഷൻ ട്രേഡിങ്ങിൽ തരും. എന്ന് പറഞ്ഞ് ഇൻഡെക്സ് ചാർട്ട് കളയരുത്. ഇൻഡെക്സ് ചാർട്ട് നമുക്ക് ആവശ്യമുണ്ട്. ഈ 2 ചാർട്ടും അറ്റ് എ ടൈം നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ ഇടാനായിട്ട് സാധിക്കും. ഡ്യൂപ്ലിക്കേറ്റ് അടിച്ച് കഴിഞ്ഞാൽ ഇൻഡെക്സ് ചാർട്ട് ഫ്യൂച്ചർ ചാർട്ട് മാറി മാറി നോക്കണം. പിന്നെ ഓപ്ഷൻ ട്രേഡിങ്, പ്രത്യേകിച്ച് ഓപ്ഷൻ ബൈയിങ് ചെയ്യുമ്പോൾ നല്ല സൂക്ഷ്മമായിട്ട് ചാർട്ടുകൾ നിരീക്ഷിച്ചാൽ മാത്രമാണ് നല്ല ട്രേഡ്സ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നിഫ്റ്റി ഫ്യൂച്ചർ ചാർട്ട് എങ്ങനെ എടുക്കാമെന്ന് നമുക്ക് നോക്കാം. ട്രേഡിംഗ് വ്യൂവിൽ വാച്ച് ലിസ്റ്റിൽ ആഡ് കൊടുക്കുക. നിഫ്റ്റി എന്ന് ടൈപ്പ് ചെയ്യുക, സ്പേസ് FUT എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ S&P CNX നിഫ്റ്റി ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് എന്ന് നമുക്ക് കാണാൻ പറ്റും. വരാൻ പോകുന്ന 3 മന്ത്സിലെ ഫ്യൂച്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതിൽ കറണ്ട് മന്തിൻ്റെ ഫ്യൂച്ചർ ചാർട്ട് വേണം എടുക്കാൻ. കറണ്ട് മന്ത് അറിയാനായിട്ട് നിഫ്റ്റി 1 എന്ന് പറഞ്ഞൊരു സിമ്പിൾ അതിനകത്ത് ഉണ്ടാവും. അതാണ് കറണ്ട് മന്തിൻ്റെ ഫ്യൂച്ചർ ചാർട്ട്. അപ്പോൾ ഫ്യൂച്ചർ ചാർട്ട് നിങ്ങൾ എടുത്തു വെക്കുക. ഓക്കെ, ഇനി നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്ഷൻ ട്രേഡിങ്ങിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു ബൈയിങ്ങും ഉണ്ട് സെല്ലിങ്ങും ഉണ്ട്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നില്ല, നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓപ്ഷൻ ബൈയിങ് ആണ്. ഓപ്ഷൻ ബൈയിങ്ങിലുള്ള ഓൾറെഡി ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ DK എഫക്റ്റിനെ കുറിച്ചും എങ്ങനെയാണ് ബൈയിങ്ങിൽ പ്രോഫിറ്റ് വരുന്നത് എന്നതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ പ്രാക്ടിക്കലി ചെയ്ത് പഠിക്കാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓപ്ഷൻ ബൈയിങ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? ആദ്യം ഇൻഡെക്സ് ചാർട്ടും ഫ്യൂച്ചർ ചാർട്ടും എടുത്തു വെക്കണം. ഇനി ഇത് എങ്ങനെ നോക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ നിഫ്റ്റി ഇൻഡെക്സ് ചാർട്ട് നോക്കിയിട്ട് വേണം നമ്മൾ സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യാനായിട്ട്. അതായത് ഇപ്പം നിഫ്റ്റി ഇൻഡെക്സ് ചാർട്ട് നിൽക്കുന്നത് 22,648 എന്നാൽ ഫ്യൂച്ചർ ചാർട്ട് നിൽക്കുന്നത് 22,779 നോക്കുക. നിഫ്റ്റി 50യുടെ സ്പോട്ട് പ്രൈസും നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ സ്പോട്ട് പ്രൈസും രണ്ടും 2ആണ്. പക്ഷേ എക്സ്പയറിയോട് അടുക്കുന്നതോറും ഫ്യൂച്ചറിൻ്റെ എക്സ്പയറി മന്ത്ലി എക്സ്പയറി ആണ്. അതുപോലെ തന്നെ നിഫ്റ്റിയുടെ ലാസ്റ്റ് വീക്കിലേക്ക് എത്തും തോറും ഈ 2 ഏകദേശം ഈക്വൽ ആയിട്ടാണ് ക്ലോസ് ചെയ്യുക. പക്ഷേ എപ്പോഴും ഫ്യൂച്ചർ ചാർട്ട് ഇൻഡെക്സ് ചാർട്ടിനേക്കാളും കുറച്ച് മുമ്പിലായിരിക്കും. പക്ഷേ ഇത് 2 മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ സെയിം ആയിരിക്കും. അതായത് നിഫ്റ്റി ഇൻഡെക്സ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഫ്യൂച്ചറും മുകളിലേക്ക് തന്നെ പോകുള്ളൂ. ഒരിക്കലും ഇൻഡെക്സ് താഴേക്കും ഫ്യൂച്ചർ മുകളിലേക്കും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ
ഇത് പോവില്ല. പക്ഷേ രണ്ട് ചാർട്ടായിട്ട് നമുക്ക് ട്രേഡിംഗ് വ്യൂവിൽ അവൈലബിൾ ആണ്. ഇത് യൂസ് ചെയ്യാനുള്ള റീസൺ ഞാൻ ഓൾറെഡി പറഞ്ഞു. അനാലിസിസും റിവേഴ്സൽ ക്യാൻഡിൽസും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോൺസ് ഫ്യൂച്ചർ ചാർട്ടിൽ കുറച്ചുകൂടി നന്നായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് നിഫ്റ്റി ഫ്യൂച്ചർ ചാർട്ട് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എല്ലാവരും ഫ്യൂച്ചർ നോക്കുന്ന ആളുകളല്ല. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഓക്കെ എന്ന് തോന്നുന്നത് നിങ്ങൾ ചെയ്യുക. ഞാൻ എൻ്റെ സജഷനാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ ഓപ്ഷൻ ബൈങ്ങിൽ സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യാൻ പറഞ്ഞു. സ്ട്രൈക്ക് പ്രൈസ് എപ്പോഴും സ്പോട്ട് പ്രൈസിൽ നിന്ന് 100 പോയിന്റ് താഴെയുള്ള സ്ട്രൈക്ക് പ്രൈസ് ചൂസ് ചെയ്യാനാണ് ഞാൻ എപ്പോഴും പറഞ്ഞത്. എന്താ റീസൺ ഞാൻ പറഞ്ഞിരുന്നു. കാരണം OTM എടുക്കുകയാണെങ്കിൽ OTMൽ റിസ്ക് കൂടുതലാണ്, DK പെട്ടെന്ന് വരും. അല്ല ITM എടുക്കുകയാണെങ്കിലും DK എഫക്റ്റ് ഉണ്ട്. ആൻഡ് ഇൻ ദ മണി ഒരുപാട് ഫാർ ഇൻ ദ മണി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രീമിയം കൂടുതൽ കൊടുക്കേണ്ടി വരും. അപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ ഒരു സേഫ് ആയിട്ടുള്ള സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്നത് 100 പോയിന്റ് ഇൻ ദ മണിയാണ്. അപ്പോൾ 22,648 നിൽക്കുമ്പോൾ 100 പോയിന്റ് ഇൻ ദ മണി എന്ന് പറയുമ്പോൾ 22,600 എന്ന് പറയുന്നത് 48 പോയിന്റ് ഇൻ ദ മണിയാണ്. അപ്പോൾ വീണ്ടും 100 പോയിന്റ് 22,550. ഓക്കെ, എങ്ങനെ ഒരു ഓപ്ഷൻ ബൈ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഡിമാറ്റ് അക്കൗണ്ടിൽ നിഫ്റ്റി വരാൻ പോകുന്ന എക്സ്പയറി ഡേറ്റ്, അതായത് കറണ്ട് വീക്ക്, അതായത് ഈ കറണ്ട് വീക്കിലുള്ള ഒരു ബുള്ളിഷ്നെസ് അല്ലെങ്കിൽ ഒരു മൊമെൻറ്റം ആണ് നമ്മൾ ട്രേഡ് ചെയ്തെടുക്കാൻ പോകുന്നതെങ്കിൽ, അതാണ് നമ്മുടെ പ്ലാൻ എങ്കിൽ കറണ്ട് വീക്കിലെ എക്സ്പയറി വേണം എപ്പോഴും സെലക്ട് ചെയ്യാനായിട്ട്. അപ്പം നിഫ്റ്റി ഇനി വരാൻ പോകുന്ന വ്യാഴാഴ്ച, നമുക്ക് ഓൾറെഡി അറിയാം നിഫ്റ്റിയുടെ എക്സ്പയറി എന്ന് പറയുന്നത് വ്യാഴാഴ്ചകളിലാണ്. അപ്പം 9th മെയ് വേണം സെലക്ട് ചെയ്യാൻ. നമ്മുടെ സ്ട്രൈക്ക് പ്രൈസ് 22,550. എന്താണ് 22,550? 100 പോയിന്റ് ഇൻ ദ മണി. സി എപ്പോഴും നമ്മൾ സി വെച്ചിട്ടാണ് പഠിക്കുക. പി വെച്ചിട്ട് പഠിച്ചെങ്കിൽ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആവും. സി വെച്ച് പഠിക്കുക, മറ്റേ പി നിങ്ങളുടെ കൂടെ വന്നോളും, നോ ഇഷ്യൂ. ഓക്കെ, അപ്പം നിഫ്റ്റി എന്ന് പറയുന്നത് ഏതാണ്? നമ്മൾ ട്രേഡ് ചെയ്യുന്നത് നിഫ്റ്റി ആണ് ഇവിടുത്തെ അണ്ടർലൈങ് അസറ്റ് എന്ന് പറയുന്നത്. 9th മെയ് എന്ന് പറയുന്നത് എന്താണ്? എക്സ്പയറി ഡേറ്റ് ആണ്. 22,550 എന്ന് പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന സ്ട്രൈക്ക് പ്രൈസ് ആണ്. സി നമ്മൾ സെലക്ട് ചെയ്യാൻ കാരണം മാർക്കറ്റ് മുകളിലേക്ക് പോകും എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നമ്മൾ കോൾ ഓപ്ഷൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ബൈ ചെയ്യണോ വേണ്ടയോ എന്ന് നമുക്ക് അനാലിസിസ് ചെയ്തിട്ട് വേണം തീരുമാനിക്കാൻ. അപ്പോൾ നമുക്ക് ഒരു സ്ട്രാറ്റജി, ഈ സ്ട്രാറ്റജി ഞാൻ പഠിപ്പിക്കുന്നത് നിങ്ങൾ റിയൽ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, കാശ് കളയാതെ ട്രേഡ് ചെയ്ത് പഠിക്കണം. കാശ് കളഞ്ഞ് ആരും ട്രേഡ് ചെയ്ത് പഠിക്കേണ്ട. വെർച്വൽ ട്രേഡ് അഥവാ പേപ്പർ ട്രേഡിങ് ചെയ്ത് വേണം പഠിക്കാൻ. വെർച്വൽ ട്രേഡ് അല്ലെങ്കിൽ പേപ്പർ ട്രേഡ്, ഡെമോ ട്രേഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൈസ റിയൽ മണി ഉപയോഗിക്കാതെ ചെയ്യുന്ന ട്രേഡിംഗ് മെത്തേഡാണ് ഇങ്ങനെയുള്ള ഡെമോ ട്രേഡ്, വെർച്വൽ ട്രേഡ്, പേപ്പർ ട്രേഡ് എന്നൊക്കെ പറയാം. അത് നിങ്ങളൊരു പേപ്പറിൽ എഴുതി ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾ ചെയ്തത് ഒരു വെർച്വൽ ട്രേഡിംഗ് മെത്തേഡാണ്. ഓക്കെ, അല്ലാതെ നമുക്ക് പല സൈറ്റുകളും അവൈലബിൾ ആണ് വെർച്വൽ ട്രേഡ് ചെയ്ത് പഠിക്കാനായിട്ട്. അപ്പോൾ ഒരുപാട് പെയ്ഡായിട്ടുള്ള വെർച്വൽ ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. പക്ഷെ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ട്രിങ്കർ എന്ന് പറയുന്ന ഒരു വെർച്വൽ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ്. ട്രിങ്കർ ഇത് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് നമുക്കൊരു ചെറിയൊരു സ്ട്രാറ്റജി നമുക്ക് ഡിസ്കസ് ചെയ്യാം. യെസ്, അപ്പോൾ നമ്മുടെ വെർച്വൽ ട്രേഡ് ചെയ്ത് പഠിക്കാനുള്ള സ്ട്രാറ്റജി എന്താണെന്ന് നമുക്ക് നോക്കാം. 9:15 മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ എല്ലാവരും ഫ്യൂച്ചർ ചാർട്ട് എടുത്ത് വെക്കുക. 2 ചാർട്ട് എടുത്ത് വെക്കണം. നിഫ്റ്റി ഇൻഡെക്സ് ചാർട്ട് എടുത്ത് വെക്കണം, ഫ്യൂച്ചർ ചാർട്ട് എടുത്ത് വെക്കണം. പക്ഷെ ഫ്യൂച്ചർ ചാർട്ടിലായിരിക്കണം നമ്മുടെ ഫുൾ കോൺസെൻട്രേഷൻ. ഫ്യൂച്ചർ ചാർട്ട് എടുത്ത് വെച്ചിട്ട് 9:15 തൊട്ട് നമുക്കറിയാം ഞാൻ ഇൻട്രാഡേ ട്രേഡിങ്, അതായത് ഇൻട്രാഡേ ഓപ്ഷൻ ബൈങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് ട്രേഡ് എടുത്തു, അന്ന് തന്നെ ഓപ്ഷൻ ബൈങ് ക്ലോസ് ചെയ്തു. അപ്പോൾ നമ്മൾ ചെയ്തത് ഇൻട്രാഡേ ട്രേഡാണ്. അന്ന് ഓപ്ഷൻ ബൈ ചെയ്തു, അന്ന് തന്നെ പ്രോഫിറ്റ് എടുത്തു, അന്ന് തന്നെ സെല് ചെയ്തു, പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് നമ്മൾ ചെയ്ത് ഇൻട്രാഡേ ട്രേഡാണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഇൻട്രാഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതിൽ അന്ന് ട്രേഡ് എടുത്ത് അന്ന് ട്രേഡ് ക്ലോസ് ചെയ്താൽ അതെല്ലാം ഇൻട്രാഡേ ആണ്. അതിപ്പോൾ സ്റ്റോക്സ് ആയിക്കോട്ടെ, ഫ്യൂച്ചർ ആയിക്കോട്ടെ, ഓപ്ഷൻസ് ആയിക്കോട്ടെ, നിങ്ങൾ ചെയ്ത് ഇൻട്രാഡേ ആണ്. ഇനിയിപ്പോൾ ചിലരുണ്ട് ഇന്ന് ഓപ്ഷൻ ബൈ ചെയ്തു, ഇന്ന് ലോസായി, മാർക്കറ്റ് വിചാരിച്ചോളം മുകളിൽ പോയില്ല. അപ്പോൾ എന്ത് ചെയ്യും? നാളെയും കൂടി ഉണ്ട്, അല്ലെങ്കിൽ 1 വീക്ക് കൂടി ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ക്യാരി ഫോർവേഡ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അവർ ചെയ്യുന്ന ഇൻട്രാഡേ ട്രേഡ് അല്ല. പക്ഷെ ഞാൻ അങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്യാറില്ല. അന്നത്തെ ട്രേഡ് അന്ന് തന്നെ അവസാനിപ്പിക്കാറാണ് പതിവ്. കാരണം മാർക്കറ്റിൽ ഓവർനൈറ്റ് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. വെറുതെ നമ്മളൊരു പൊസിഷനൊക്കെ എടുത്ത് വെച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അന്ന് ആ പൊസിഷൻ സൈസ് മെയിൻറ്റെയിൻ ചെയ്ത് അന്നത്തെ ലോസ് ആണെങ്കിൽ അന്ന് ലോസ് ബുക്ക് ചെയ്യുക, നല്ല ട്രേഡ്സ് വീണ്ടും എടുക്കാം എന്നുള്ള രീതിയിൽ നമുക്ക് ഫ്രഷ് ആയിട്ട് പിറ്റേ ദിവസം തുടങ്ങുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. പിന്നെ ഇത് വെർച്വൽ ട്രേഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ അധികം ടെൻഷൻ അടിക്കേണ്ട. വെർച്വൽ ട്രേഡ് അവിടെ കിടന്നോട്ട് നമ്മുടെ പൈസ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ 9:15 മുതൽ 9:18 വരെയുള്ള ഫ്യൂച്ചർ ചാർട്ടിലെ ഫസ്റ്റ് ക്യാൻഡിൽ എടുക്കുക. ഇതാണ് 9:15 മുതൽ 9:18 വരെയുള്ള ഫ്യൂച്ചർ ചാർട്ടിലെ ഫസ്റ്റ് ക്യാൻഡിൽ. അതിൻ്റെ ഹൈയും
ലോയും മാർക്ക് ചെയ്യുക. ഈ ക്യാൻഡിലിന്റെ ഹൈ ബ്രേക്ക് ചെയ്ത് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏത് എൻട്രി പോവാം? കോൾ എൻട്രി പോവാം, സി എൻട്രി എടുക്കാം വെർച്വൽ ട്രേഡിങ്ങിൽ. പിന്നെ പോയിന്റ്സ് എന്ന് പറയുന്നത് നെക്സ്റ്റ് റെസിസ്റ്റൻസ് ലെവൽ വരെയോ അല്ലെങ്കിൽ നിങ്ങൾ വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഇൻഡിക്കേറ്റേഴ്സോ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ടാർഗറ്റ് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 22,550 വില ഏകദേശം ഇപ്പോൾ ഒരു 200 രൂപയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു 230 വേണമെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. കാരണം ശരിക്കും ബുക്ക് ചെയ്യുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത് നമുക്ക് സ്റ്റോക്സ് പോലെ 1%, 2% എന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ നമ്മുടെ വ്യൂ. ഇപ്പം നമ്മൾ നല്ലൊരു ബുള്ളിഷ് റാലി എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മുമ്പേ നമ്മളത് ബുക്ക് ചെയ്ത് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഫുൾ കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ ബൈങ്ങിൽ ഒരു ടാർഗറ്റ് നിങ്ങൾ ഇന്നത് വെച്ചോ എന്ന് പറഞ്ഞ് നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ കറൻറ്റ്ലി നമ്മൾ ഇനീഷ്യലി ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ അത്രയൊന്നും നോക്കണ്ട. ഒരു 30 പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് എത്ര രൂപയാണ് നമ്മുടെ പ്രോഫിറ്റ്? അതായത് ഇപ്പം നിഫ്റ്റിയുടെ ലോട്ട് സൈസ് മാറ്റി. നമ്മൾ ഈ വീഡിയോ തുടങ്ങുമ്പോൾ 50 ആയിരുന്നു നിഫ്റ്റിയുടെ ലോട്ട് സൈസ്. ഇപ്പം നിഫ്റ്റിയുടെ ലോട്ട് സൈസ് 25 ചേഞ്ചായി. അപ്പോൾ 25 × 30 അതായിരിക്കും നമ്മുടെ പ്രോഫിറ്റ്. നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഒരു ലോഡിൽ സ്പെൻഡ് ചെയ്യുന്ന പൈസ എന്ന് പറയുന്നത് 200 × 25. കാൽക്കുലേറ്റ് ചെയ്യാൻ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. 50 ആണെങ്കിൽ നമുക്ക് വേഗം കാൽക്കുലേറ്റ് ചെയ്യാമായിരുന്നു. കുഴപ്പമില്ല, കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്നെ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഫസ്റ്റ് ക്യാൻഡിൽ ക്രോസ് ചെയ്ത് ഒരു ക്യാൻഡിൽ ഫോം ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ ഗോ ഫോർ എ കോൾ ബൈ. അല്ല, ഈ ഹൈ അല്ല ബ്രേക്ക് ചെയ്തിരിക്കുന്നത്, ലോ ആണ് ബ്രേക്ക് ചെയ്ത് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്നതെങ്കിൽ വി ക്യാൻ ഗോ ഫോർ എ പുട്ട് എൻട്രി. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യണം. അപ്പോൾ ഈ സ്ട്രാറ്റജി ഒരു സിമ്പിൾ സ്ട്രാറ്റജി ഞാൻ ചെയ്ത് പഠിക്കാൻ വേണ്ടി ട്രിങ്കർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ ചെയ്ത് പഠിക്കാൻ വേണ്ടി പറഞ്ഞു തന്ന ഒരു സ്മോൾ സ്ട്രാറ്റജിയാണ്. ഇത് വെച്ച് ആരും റിയൽ ട്രേഡ് ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ ചെയ്യാൻ പോകണ്ട. ബിക്കോസ് നിങ്ങൾക്കിത് ചെയ്യുമ്പോൾ വലിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും എങ്ങനെയാണ് ബൈയിങ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ വിചാരിച്ച പോലെ കുറേ നേരം കഴിഞ്ഞിട്ടും ഈ ഒരു സോണിൽ നിന്ന് മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്യുന്നില്ല. പിന്നെ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് വീണ്ടും തിരിച്ച് ഇതിനകത്തേക്ക് കയറി അങ്ങനെയൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം സമയം പോകുന്തോറും DK എഫക്റ്റ് വരും. പിന്നെ ഇതിൻ്റെ ടാർജറ്റ് ഓക്കെ നിങ്ങൾ മാക്സിമം റൈഡ് ചെയ്തോ അല്ലെങ്കിൽ 30 പോയിന്റിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് നിങ്ങൾ എവിടെ വെക്കണം? സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഈ ഒരു ചാനലിൻ്റെ ഉള്ളിൽ, അതായത് നമ്മൾ വരച്ചിട്ടിരിക്കുന്ന ഈ 2 ലൈനിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് കയറി കഴിഞ്ഞാൽ നമ്മൾ ആ പൊസിഷൻ എക്സിറ്റ് ചെയ്തോളൂ. അതായത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു, പക്ഷെ വിചാരിച്ചോളം മുകളിൽ പോകുന്നില്ല, ഇതിൻ്റെ ഉള്ളിലേക്ക് വീണ്ടും കയറി അത് എക്സിറ്റ് ചെയ്ത് കളഞ്ഞേക്കുക. പിന്നെ കൂടുതലൊന്നും ചിന്തിക്കാൻ നിൽക്കണ്ട, പ്രോഫിറ്റോ ലോസ് എന്തോ ആയിക്കോട്ടെ. പിന്നെ നല്ല മൂവ്മെൻ്റ് ഉള്ള സമയത്ത് മാത്രം ഈ ഒരു എൻട്രീസ് എടുക്കുക. ഇപ്പോൾ മോർണിംഗിൽ തന്നെ ആ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെങ്കിൽ ടാർജറ്റ് അടിക്കാനുള്ള ചാൻസസ് വെരി ഹൈ. പിന്നെ ഉണ്ടാവുന്ന കുറച്ച് സമയങ്ങളുണ്ട്. ഇപ്പോൾ 10:30 to 10:45 വരെയുള്ള മൂവ്മെൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഗ്ലോബൽ മാർക്കറ്റ്സ് ഓപ്പൺ ചെയ്യുന്ന 1:30 ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2:20 2:20 എന്ന് പറയുന്ന സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെയ്ത് വരുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിൻ്റെ സീരിയസ്നെസ്സും അതുപോലെ തന്നെ ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണമെന്നൊക്കെ മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ തുടക്കം തന്നെ ഒരു ലക്ഷോ ഒരു 50,000 ഇട്ടൊന്നും ആരും ചെയ്യാൻ നിൽക്കണ്ട. എല്ലാവരും ട്രിങ്കർ വെർച്വൽ ആപ്പിൽ ചെയ്ത് നിങ്ങൾക്കിതിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾ ഇതിൽ നന്നായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഇതായിട്ട് മുന്നോട്ട് പോയാൽ മതി. അല്ലെങ്കിൽ എല്ലാവരും ചെയ്യുന്ന എന്താ, ഓപ്ഷൻ ബൈ ചെയ്യാൻ 5,000 10,000 മതി. എല്ലാവരും വന്ന് 5,000 10,000 ഉപയോഗിച്ച് ബൈ ചെയ്യും. പ്രോഫിറ്റ് കിട്ടുന്ന ദിവസം ഭയങ്കര സന്തോഷമാണ്. കൂട്ടുകാർക്ക് ചിലവൊക്കെ ചെയ്യും, ഹാപ്പി, എല്ലാവരോടും ഷെയർ ചെയ്യും. ലോസ് ആണെങ്കിൽ ഒരാൾ പോലും മിണ്ടില്ല. 5,000 10,000 അല്ലേ പോയോളൂ എന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കും. പക്ഷെ ആ പോകുന്ന ദിവസങ്ങൾ നിങ്ങളൊന്ന് എണ്ണി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള കാശ് ഇങ്ങനെ ചോർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളത് മനസ്സിലാക്കില്ല. അത് എന്താ പറയുക, നമ്മുടെ ഒരു നല്ല നിമിഷങ്ങൾ മാത്രമേ നമ്മൾ ഓർക്കാറുള്ളൂ, ചീത്ത കാര്യങ്ങൾ നമ്മൾ ഓർക്കാൻ ശ്രമിക്കാറില്ല നമ്മുടെ ലൈഫിൽ. പക്ഷേ നിങ്ങളിതിൽ ഓപ്ഷൻ ബൈങ്ങിൽ ലോസ് ഇസ് എ പാർട്ട്, ലോസ് എന്ന് പറയുന്നത് വരും. പക്ഷേ ഇതൊരു ബിസിനസ് പോലെയാണ്. ഏത് ബിസിനസ് ചെയ്യുമ്പോഴും ലാഭം മാത്രമാണ് എല്ലാ സമയത്തും അല്ല. ലാഭം കുറഞ്ഞ സമയങ്ങളുണ്ടാവും, നഷ്ടമുള്ള സമയങ്ങളുണ്ടാവും. പക്ഷേ എങ്കിലും ഒരു ബിസിനസ് നിലനിൽക്കണമെങ്കിൽ മാക്സിമം സീസൺ, അതായത് മാർക്കറ്റ് നന്നായിട്ട് വരുമ്പോൾ നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടണം. നല്ല നഷ്ടമാണെങ്കിലും നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കണം. അതുപോലെ തന്നെ ഇതിൽ നിലനിൽക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. ഓക്കെ, അല്ലാതെ തുടക്കം തന്നെ 3-4 ദിവസം നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടി, നിങ്ങളെല്ലാം പഠിച്ചു എന്നാൽ നമ്മുടെ ജോലിയൊക്കെ കളഞ്ഞ് ഫുൾ ടൈം ട്രേഡർ ആവാം, അങ്ങനെ ഒരു കൺസെപ്റ്റ് ഒന്നും കൊടുക്കരുത്. നിങ്ങൾ ഒരു 1.5-2 വർഷമെങ്കിലും ഓപ്ഷൻ ബൈങ്ങിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്കൊരു സക്സസ്ഫുൾ ഓപ്ഷൻ ബയർ ആവാൻ പറ്റത്തുള്ളൂ. പക്ഷേ സെല്ലിങ്ങിലൂടെ സ്ട്രാറ്റജി ഒക്കെ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ചെറിയൊരു ഇൻകം എപ്പോഴും പാസീവായിട്ട് ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതിന് അത്യാവശ്യം എന്താ പറയുക, കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നാൽ മതി.
സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. നമ്മുടെ കയ്യിൽ പക്ഷേ സെല്ല് ചെയ്യണമെങ്കിൽ ഫണ്ടും വേണം. അപ്പോൾ ബൈങ്ങിൻ്റെ പ്രത്യേകത എല്ലാവരും ഇതിലേക്ക് അട്രാക്റ്റ് ആവുന്നത് സ്മോൾ ക്യാപിറ്റൽ ഉപയോഗിച്ച് വലിയ പൈസ കിട്ടും എന്നുള്ളൊരു കൺസെപ്റ്റിലാണ്. കിട്ടുമൊക്കെ ചെയ്യും, പക്ഷെ അതുപോലെ തന്നെ അവിടെ റിസ്ക്കും ഉണ്ട്. അത് മനസ്സിലാക്കി എല്ലാവരും ട്രേഡ് ചെയ്യുക. അപ്പോൾ ഇത് ട്രിങ്കറിൽ എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ബാക്കിയുള്ള വീഡിയോസ് ഫുൾ കണ്ടു തീർക്കുക. ഇത് നമുക്ക് ട്രിങ്കറിൽ ഇതെങ്ങനെ ചെയ്യുമെന്നുള്ളത് സ്ക്രീൻ റെക്കോർഡിൽ ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ട് ട്രേഡിംഗ് വ്യൂവിൽ ആഡ് ചെയ്യുക. ഫ്യൂച്ചർ ചാർട്ട് എടുത്ത് വെക്കുക. അതിനുശേഷം നമ്മുടെ ഫസ്റ്റ് ക്യാൻഡിൽ 9:15 മുതൽ 9:18 വരെ ഫോം ചെയ്തിരിക്കുന്ന ഫസ്റ്റ് ക്യാൻഡിലെ ഹൈയും ലോയും മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ട്രിങ്കർ എന്ന് പറയുന്ന ഒരു വെർച്വൽ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ട്രിങ്കർ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം നമ്മൾ ഓപ്പൺ ചെയ്യുക. തികച്ചും ഫ്രീ ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. നമ്മുടെ ഫോൺ നമ്പർ യൂസ് ചെയ്ത് OTP ജനറേറ്റ് ചെയ്ത് നമുക്ക് ട്രിങ്കർ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ആൻഡ് വൺസ് ട്രിങ്കർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പൊസിഷൻ നമുക്ക് ഡെമോ മണി അതിൽ അവൈലബിൾ ആണ്. അതൊന്ന് അൺലോക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ ബൈ ചെയ്യുന്നത് പുട്ട് ഓപ്ഷനാണ്. നമുക്ക് നോക്കിയാൽ അറിയാം ലോയാണ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് 22,700 പുട്ട് ഓപ്ഷനാണ് നമ്മളിവിടെ ബൈ ചെയ്യുന്നത്. 25 ക്വാണ്ടിറ്റി, ഒരു ലോട്ടാണ്. മാർക്കറ്റ് പ്രൈസിൽ നമ്മൾ 4022 രൂപ ക്യാപിറ്റൽ യൂസ് ചെയ്ത് ബൈ ചെയ്യുക. വൺസ് ബൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ പൊസിഷനിൽ വരും. കണ്ടോ, 22,700 PE, 158 രൂപയ്ക്കാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. 159 രൂപ കറൻ്റ്ലി ഉണ്ട്. വേഗം പ്രൈസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് കുറേ നേരത്തിന് ശേഷം നമ്മളിതിൻ്റെ പ്രോഫിറ്റ് 241 രൂപയ്ക്ക് നമ്മളിത് ബുക്ക് ചെയ്യാൻ പോവുകയാണ്. ഏകദേശം ഒരു ലോട്ടിൽ നമുക്ക് 2000 രൂപയുടെ പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ എക്സിറ്റ് പൊസിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രോഫിറ്റ് ബുക്ക്ഡ്. എല്ലാവരും ട്രിങ്കറിൽ വെർച്വൽ ട്രേഡ് ചെയ്ത് പഠിക്കുക. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രം റിയൽ ട്രേഡ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. വീണ്ടും കാണുന്നവരെ ബൈ.